മായി ക്രിസ്തു സാക്ഷ്യത്തെ പ്രതി സഹദായായി വന്ന സ്തേഫാനോസ് ശമാശൻ്റെ സാക്ഷി മരണത്തിൻ്റെ സ്മരണ ഈ ദിനങ്ങളിൽ ആദരപൂർവ്വം ഈ നാട് കൊണ്ടാടുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മതം പ്രാഥമികമായി വിശ്വാസത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിലെ പ്രകടഭാവമാണ്. അതിലുള്ള പണി തീർന്നോ? നീ പോയി കാപ്പി കുടിച്ചോ. അവിടെ എങ്ങനെ ആചരിക്കുന്നു എന്നുള്ളതല്ല, ആരെ സ്മരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. വന്നയാ കോറപ്പിസ്കോപ്പ രാവിലെ പറയുണ്ടായി, ഈ പെരുന്നാളിൻ്റെ പ്രദക്ഷിണത്തിന് ഈ നാട് മുഴുവൻ യോജിക്കുന്നു എന്ന്. 1 കിലോമീറ്ററോളം ദൂരമുണ്ടാകും പലപ്പോഴും ഈ പ്രദക്ഷിണത്തിൻ്റെ ദൈർഘ്യത്തിന്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്യന്തികമായി ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ, ആരൊക്കെ ആചരിക്കുന്നു മതവിശ്വാസം എന്നല്ല പ്രധാനപ്പെട്ടത്. ആത്യന്തികമായ ദൈവബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. അത് നഷ്ടമായ ഒരു കാലത്താണ് സ്തേഫാനോസ് സഹദ പ്രവർത്തിക്കാനിടയാകുന്നത്. മതവൈരാഗ്യം, മതവിദ്വേഷം. യവനായക്കാരായ ആളുകൾ ക്രിസ്ത്യാനികളായപ്പോൾ അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന് യഹൂദന്മാരായിരുന്നിട്ട് സ്നാനമേറ്റ ആളുകളെക്കുറിച്ച് പരാതി ഉണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 5, 6, 7 അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഒക്കെ സഹദായുടെ ചരിത്രം വിവരിക്കുന്നുണ്ട്. അങ്ങനെയാണ് സഹദ ഒരു ശമാശ സ്ഥാനത്തേക്ക് വരുന്നത്. അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് ലേബർ എന്ന വിധത്തിൽ ശിഷ്യന്മാർ സ്വീകരിക്കുക. ശിഷ്യന്മാർ പറഞ്ഞു, ഈ സമൂഹത്തിലുള്ള ആളുകളെ കരുതേണ്ട ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് വിധവമാരായ ആളുകളെ. അങ്ങനെ കരുതുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തങ്ങളിലൊന്നായ സുവിശേഷീകരണം ഒഴിവാക്കാൻ ഞങ്ങൾക്കൊക്കില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ ശുശ്രൂഷയുടെ 2 തലങ്ങളെ നിർണയിച്ച് കാര്യങ്ങൾ നിർവഹിക്കാം. ഒന്നാമത് സുവിശേഷീകരണം തന്നെയാണ്. ലോകത്തിൻ്റെ അറ്റത്തോളം പോയി എനിക്ക് സാക്ഷികളാകുകയും എന്നാണ് കർത്താവ് കൽപ്പിച്ചത്. എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു വിഷയം, ക്രൈസ്തവ സമൂഹത്തിലേക്ക് വന്ന ആളുകളെ കരുതാനും പരിചരിക്കാനും വേണ്ടത്ര സഹായം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് മേശയിൽ ശുശ്രൂഷിക്കുന്ന ഒരു വിഭാഗം പൗരോഹിത്യ സമൂഹത്തെ നമുക്ക് ക്രമീകരിക്കാമെന്ന് പറഞ്ഞാണ് 7 ശമാശന്മാരെ പട്ടമേൽപ്പിച്ച് ചുമതലയേൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രഥമ ഗണനീയനായിരുന്ന ജ്ഞാനിയായ സ്തേഫാനോസ് ഉൾപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആളുകൾക്കെല്ലാം വളരെ ആകർഷകമായി, സഭയ്ക്ക് വലിയ പ്രയോജനം കിട്ടി. ധാരാളം ആളുകൾ അദ്ദേഹം മൂലം
സഭയിലേക്ക് വരാനിടയാവുകയും ചെയ്തു. ഇത് കുറേ ആളുകളെ അസ്വസ്ഥരാക്കി. അദ്ദേഹം ചെയ്തതൊരു നല്ല കാര്യമാണ്. പക്ഷേ വർഗീയ വിദ്വേഷം അത് ചില ആളുകളെ അടിമപ്പെടുത്തുകയും സ്തേഫാനോസിനെ ഇല്ലാതെയാക്കിയേ മതിയാകൂ എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അദ്ദേഹം വിസ്തരിക്കപ്പെടുകയാണ്. ഒരു കാരണവുമില്ല അദ്ദേഹത്തെ വിസ്തരിക്കാൻ വാസ്തവത്തിൽ. പക്ഷേ യേശു തമ്പുരാനെ വിസ്തരിച്ചതുപോലെ തന്നെ സ്തേഫാനോസിനെയും കൊല്ലണം, ഇല്ലാതെയാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടെ വിസ്തരിക്കുകയാണ്. സ്തേഫാനോസിൻ്റെ പാണ്ഡിത്യം വെളിവാകുന്ന ഒരു പ്രസംഗം അവിടെ നടത്തുന്നുണ്ട്. ഇസ്രായേലിലെ ജനത്തിൻ്റെ ചരിത്രം മുഴുവൻ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രകടമാകുന്നത്. ഒന്നാമത്, ദൈവം വലിയൊരു സ്വപ്നത്തോടുകൂടെ അബ്രാഹാമിനെ വിളിക്കുകയും വഴി നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെന്നു ചേർന്ന രാജ്യത്ത് സുഖലോലുപതയിൽ മുഴുകുകയും അതിൻ്റെ അടുത്ത പടിയായി അടിമത്വത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. അപ്പോഴാണ് ദൈവം വിമോചകനായി അവതരിക്കുന്നത്. മോശ വഴി സുദീർഘമായ ഒരു യാത്രയിൽ പക്ഷേ തിരിച്ചു പോകാൻ ആളുകൾ തത്രപ്പെടുകയാണ്. ദൈവീക രക്ഷാ പദ്ധതിയെ അംഗീകരിക്കുകയോ അതിലടങ്ങിയിരിക്കുന്ന ചില്ലറ ബുദ്ധിമുട്ടുകളെ സഹിക്കുകയോ ചെയ്യാതെ അടിമത്വമായിരുന്നു ഭേദം എന്ന വിധത്തിൽ തിരികെ പോകാൻ തയ്യാറാകുന്ന ജനത്തെ പക്ഷേ ദൈവം തൻ്റെ കരുണയാൽ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുവന്നാക്കുകയാണ്. അത് ദൈവീക രക്ഷാ പദ്ധതിയുടെ അത്ഭുതകരമായ സ്വഭാവമാണ്. പക്ഷെ അവിടെയും ആളുകൾ മര്യാദയ്ക്ക് ജീവിച്ചില്ല. പ്രവാചകന്മാർ പ്രഖ്യാപിക്കുന്നത് പോലെ എൻ്റെ ജനം മലയുടെ മുകളിൽ വ്യഭിചാരം ചെയ്തു എന്ന അവസ്ഥയിലേക്ക് അധപ്പതിച്ചു പോവുകയാണ്. അത് ദൈവത്തിന് വേദനാജനകമായി. പല ആളുകളെയും ജനത്തെ നേരായ മാർഗം പരിശീലിപ്പിക്കാൻ പറഞ്ഞു വിട്ടുവെങ്കിലും ഈ വായിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൽ യേശു തമ്പുരാൻ തന്നെ അതേക്കുറിച്ച് പറയുന്നുണ്ട്. തങ്ങളിലേക്ക് അയക്കപ്പെട്ടവരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്ത ഒരവസ്ഥ ഉരുവായപ്പോഴാണ് ദൈവം മനുഷ്യനായി അവതരിക്കേണ്ടി വന്നത്. ആ മനുഷ്യത്വത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകം തുടരാൻ സ്തേഫാനോസിനെ പോലെയുള്ള, പൗലോസിനെ പോലെയുള്ള മറ്റ് അപ്പോസ്തലന്മാരായാലും പിതാക്കന്മാരായാലും അവരെ പോലെയുള്ള ആളുകളെ ദൈവം നിയോഗിക്കുകയാണ്. അവിടെയാണ് വർഗീയ വിദ്വേഷം അതിനെതിരെ ഉയരുന്നത്. ഇന്ന് ലോകമെങ്ങും കാണുന്ന ഒരു പ്രതിഭാസമാണ് വർഗീയ വിദ്വേഷം. ഞാൻ വിശ്വസിക്കുന്നതല്ലാതെ മറ്റൊന്നും വിശ്വസിക്കാൻ ആർക്കും അവകാശമില്ല. അത് ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പേരിലാണ്. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിലേ പറഞ്ഞത്, മതം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിലെ പ്രകടഭാവം മാത്രമാണ്. അതിന് വ്യത്യാസങ്ങളുണ്ടാകും. ഒരു കാലത്ത് നമ്മുടെ എല്ലാ സ്ത്രീകൾ മുട്ടും ചട്ടയും മുണ്ടുമായിട്ടാണ് പള്ളിയിൽ പോകുമ്പോൾ കൃത്യമായി വന്നുകൊണ്ടിരുന്നത്. സാവകാശം ആ വസ്ത്രധാരണ സംസ്കാരം മാറി. ഇതുപോലെ തന്നെ പുരുഷന്മാർ മിക്കവാറും പള്ളിയിൽ പോകുമ്പോൾ മാത്രമാണ് ഷർട്ട് ഇട്ടിരുന്നത്. ഇപ്പോൾ വീട്ടിലും ഷർട്ടും ടീഷർട്ടും ഒക്കെയായി. മാറ്റങ്ങൾ സ്വാഭാവികമാണ്. അത് തെറ്റാണ് എന്ന് പറയാനുമൊക്കില്ല. പക്ഷെ ആ മാറ്റങ്ങളുടെ പേരിൽ
ദൈവത്തെ വലിച്ചിഴയ്ക്കുകയും മതത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് മനുഷ്യത്വത്തിനെതിരായ പ്രവൃത്തിയാകും. അതാണ് ലോകമെമ്പാടും നമ്മൾ നടക്കുന്നത്. അത് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിലായാലും, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിലായാലും, മറ്റ് അറബ് രാഷ്ട്രങ്ങൾക്കെതിരെയുള്ള ആക്രോശത്തിലായാലും, സൗത്ത് അമേരിക്കൻ, സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കെതിരെയുള്ള അക്രമമായാലും ഒക്കെ ദൈവം പറഞ്ഞിട്ട് ചെയ്യുന്നു എന്നാണ് ഭാവം. ദൈവത്തിന് അറിയാവുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, സൃഷ്ടിക്കുക. രണ്ട്, രക്ഷിക്കുക. പലപ്പോഴും വ്യാഖ്യാനിക്കാറുണ്ട് ദൈവം ശിക്ഷിച്ചു എന്നൊക്കെ. ദൈവം ശിക്ഷിക്കുന്നവനല്ല, മനുഷ്യൻ തന്നെത്താനാണ് ശിക്ഷിക്കുന്നത്. അവൻ്റെ പ്രവൃത്തിയാണ് ശിക്ഷിക്കുന്നത്. അതിന് കാരണമായി തീരുന്നത് അവൻ്റെ പ്രവൃത്തിയാണ്. ചരിത്രം പരിശോധിച്ചാൽ അതാണ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ ശിക്ഷിക്കുമ്പോൾ അത് ദൈവീക താല്പര്യത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ ഈ മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരും. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് പറയുന്നത് വരെ. ഇനി എന്നെ കാണുകയില്ല. എന്നെ കാണുക എന്ന് പറഞ്ഞാൽ രക്ഷയെ കാണുക എന്നാണ്. രക്ഷയുടെ ആൾരൂപമായിരുന്നു യേശു തമ്പുരാൻ. ആ സ്തെഫാനോസ് സഹദായുടെ ഓർമ്മ ആചരിക്കുകയും പെരുന്നാൾ കൊണ്ടാടുകയും ചെയ്യുമ്പോൾ സ്തെഫാനോസിനെ പോലെ ഉള്ള ആളുകൾ പരിവർത്തനപ്പെടുത്തിയ, തോമാ ശ്ലീഹായെ പോലെയുള്ള ആളുകൾ പരിവർത്തനപ്പെടുത്തിയ നമ്മുടെ ജീവിതത്തോടുള്ള, മറ്റുള്ളവരോടുള്ള സമീപനം എന്താണ് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിഷേധത്തിൻ്റേതോ സ്നേഹത്തിൻ്റേതോ എന്ന്. അതാണ് ഈ പെരുന്നാൾ നമുക്ക് നൽകുന്ന നിർദ്ദേശം. സ്തെഫാനോസ് സഹോദരനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പോൾ അദ്ദേഹം നമ്മുടെ അടുത്ത് വന്നിട്ട്, മക്കളെ എന്തിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, എൻ്റെ കൊച്ച് 1-ാം തരത്തിൽ പാസ്സാവണം, എൻ്റെ മുട്ടിൻ്റെ വേദന മാറണം. ഇപ്പം മുട്ടുവേദന ഇല്ലാത്ത ആരുമില്ല. അതല്ല വിഷയം. അതൊക്കെ തമ്പുരാൻ നോക്കിക്കോളും. തമ്പുരാൻ്റെ ശിഷ്യഗണം നോക്കിക്കോളും. കാനാവിലെ വിവാഹ ഭവനത്തിൽ ആരും പോയി കന്യാമറിയാമിനോടോ കർത്താവിനോടോ പറഞ്ഞില്ല, ഇവിടെ ഒരു വിഭവത്തിൻ്റെ കുറവുണ്ട്, അപകടമാകുമോ എന്ന്. കണ്ടറിയുന്ന ശിഷ്യന്മാർ, കണ്ടറിയുന്ന വിശുദ്ധന്മാർ, കണ്ടാൽ പോലും അറിയാത്ത നാം വിശ്വാസ സമൂഹം. അതാണ് നമ്മുടെ പ്രശ്നം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യാതെ, പ്രവർത്തിക്കാതെ ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കും. നമ്മൾ കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ പറഞ്ഞു വിടുമ്പോൾ പലപ്പോഴും പറയുന്നത് അതാണ്. ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കാതെ അവനവൻ്റെ കാര്യം നോക്കി വീട്ടിൽ പോന്നോളണം. അവിടെയാണ് സാമൂഹിക ബോധം, ദൈവാശ്രയത്വം, സ്നേഹത്തിൻ്റെ പ്രകടഭാവങ്ങൾ നഷ്ടമായ പുതിയ തലമുറ വരുന്നത്. അതുകൊണ്ടാണ് മാതാപിതാക്കളെ നോക്കാൻ നേരമില്ലാതെ അവനവൻ്റെ കാര്യം നോക്കി അന്യരാജ്യങ്ങളിലേക്ക് പോകാൻ പിള്ളേർ തയ്യാറാകുന്നത്. പണ്ട് കാലത്ത് നമ്മൾ കുരുമുളകും ചുക്കും ഒക്കെയാണ് കയറ്റി അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ പിള്ളേരെ കയറ്റി അയക്കുകയാണ്. നാട്ടിൽ സ്വന്തം വീട്ടിൽ ഭക്ഷണം കഴിച്ച പാത്രം അമ്മയുടെ അടുത്ത് കൊണ്ട് പോയി കൊടുക്കാൻ പോലും താല്പര്യമില്ലാത്ത മക്കൾ അവിടെ പോയി വല്ലവൻ്റെ പാത്രം കഴുകുകയാണ്, മേശ തുടയ്ക്കുകയാണ്. പിന്നെ തീരെ വശമില്ല എന്ന് കണ്ടാൽ തെരുവിൽ സൗജന്യമായി കിട്ടുന്ന ഭക്ഷണത്തിന് വേണ്ടി പാത്രം നീട്ടി നിൽക്കുകയാണ്. കാണുന്ന കാര്യമാണ് ഈ പറയുന്നത്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ചരിത്രമാണ്, ദൈവസ്നേഹത്തിൻ്റെ പ്രകടഭാവങ്ങളുടെ ചരിത്രമാണ് സ്തെഫാനോസ് അപ്പോസ്തല പ്രവൃത്തി 5-6 അധ്യായങ്ങളിൽ പറയുന്നത്. പക്ഷെ അത് കേൾക്കാൻ അക്കാലത്തെ മത നേതൃത്വത്തിന് മനസ്സുണ്ടായില്ല.
അവനെ കല്ലെറിഞ്ഞ് കൊന്നേ മതിയാവും. ദൈവദൂഷണം പറയുന്നു എന്നാണ്. ദൈവദൂഷണം പറയുന്നവരെ അങ്ങനെയാണ് കൊല്ലുക, അല്ലെങ്കിൽ വ്യഭിചാരത്തിൽ പിടിക്കുന്നവരാകണം. യേശുദമ്പുരാനെ വിസ്തരിക്കുമ്പോൾ പരീക്ഷ പ്രമാണിമാർ വിളിച്ചു പറയുന്നുണ്ട്, ഒരാളെ വധിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ചുമ്മാ പറഞ്ഞതാണ്. കുരിശിൽ തൂക്കി കൊല്ലാൻ അധികാരമില്ല എന്നുള്ളത് ശരിയായിരുന്നു. പക്ഷെ കല്ലെറിഞ്ഞ് കൊല്ലാൻ റോമാ സർക്കാർ അവർക്ക് അനുവാദം കൊടുത്തിരുന്നു. അതാണ് പ്രയോഗിക്കുന്നത്. സ്തേഫാനോസിന്റെ കാര്യം വന്നപ്പോൾ ഇവനെ കൊല്ലാൻ ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് ആരോടും പറഞ്ഞതായി നാം കേൾക്കുന്നില്ല. കൊന്നു തള്ളുകയാണ്. ഇക്കാലത്തും അങ്ങനെ തന്നെയാണ്, കൊന്നു തള്ളുകയാണ്. അവിടെയാണ് വ്യക്തിപരമായതായാലും മതപരമായാലും രാഷ്ട്രീയമായാലും സാമ്പത്തികമായാലും നാം ദൈവീക മാർഗത്തിൽ നിന്ന് അകലുന്നത്. അത് നമ്മിൽ നിന്ന് ഉണ്ടായിക്കൂടാ എന്ന് ഉപദേശിക്കുന്ന ഒരു ശ്രേഷ്ഠ ശമാശനാണ് സ്തെഫാനോസ് സഹദ. ഈ ലോകത്തോട്, ഈ ലോക സാഹചര്യങ്ങളോട്, ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരോട്, ദൈവസൃഷ്ടിയോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്ന് നിരന്തരമായി പിന്നാലെ നടന്ന് രക്ഷയുടെ പാത തുറന്നു തരുന്ന നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് സ്തെഫാനോസ് സഹദ പറഞ്ഞത്. അത് നടക്കാതെ വന്നപ്പോഴാണ് യേശുദമ്പുരാൻ ഇന്ന് വായിച്ച ഏവൻഗേലിയോൻ ഭാഗത്ത് നിങ്ങളില്ലാതെയാകും എന്ന് പറയേണ്ടി വന്നത്. അത് ദൈവം ചെയ്തതല്ല, ദൈവത്തിന് അത് ആഗ്രഹവുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അന്യദൈവങ്ങളെ ആരാധിച്ചിരുന്ന അബ്രാഹാമിനെ സത്യദൈവ ആരാധകനായി വിളിക്കുമായിരുന്നില്ല. അന്യദൈവങ്ങളെ ആരാധിച്ചിരുന്ന മിസ്രൈമിലെ ജനത്തെ സത്യദൈവത്തിൻ്റെ ആരാധകരായി വഴി നടത്തി കനാൻ നാട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നില്ല. ദൈവത്തിൻ്റെ പേര് പോലും മോശയ്ക്ക് അറിയാൻ മേലായിരുന്നു. എന്നെ അയച്ചത് ആരെന്നാണ് ഞാൻ പറയേണ്ടത് എന്നാണ് ചോദിച്ചത്. ആരാണ് ദൈവം എന്നതുപോലും അറിയാൻ പറ്റാത്ത വിധത്തിൽ അടിമത്വത്തിലായിരുന്ന ഒരു ജനസമൂഹത്തെയാണ് ദൈവം കരുതി വഴി നടത്തുന്നത്. അതുതന്നെയാണ് കനാനിലും. ഈ ജനം എന്നെ വിട്ടകന്ന മിഥ്യാമൂർത്തികളെ സേവിക്കുന്നു എന്നാണ് യെശയ്യാ പ്രവാചകൻ, ആമോസ് പ്രവാചകൻ ഒക്കെ പറയുന്നത്. അവിടെയാണ് നമ്മോടുള്ള ചോദ്യം. സ്തെഫാനോസ് പ്രസംഗിച്ച ദൈവീക രക്ഷാപദ്ധതിയുടെ ചരിത്രത്തിലെ അനുഭവം നേടിയവരാണ് നാം. തോമാ ശ്ലീഹ ഇവിടെ വരികയും ആ സുവിശേഷത്തെ, സ്നേഹത്തിൻ്റെ സുവിശേഷത്തെ നമ്മെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവിതം ആ ഭാവത്തിൽ ക്രമീകരിക്കാൻ ഏത് ഭാഷ സംസാരിക്കട്ടെ. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാൻ മേല, മലയാളം അറിയാൻ മേലാത്ത ഒരവസ്ഥയായി. പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു കന്യാസ്ത്രീ ഇംഗ്ലീഷ് അധ്യാപിക ഇംഗ്ലീഷ് പറയുന്നത് ഞാൻ കേട്ടു. അവരാണല്ലോ പഠിപ്പിക്കുന്നത് നമ്മുടെ പിള്ളേരെ. അത് പഠിച്ച പിള്ളേർ മംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ട്, അത് എഴുത്തിലാണ്, പക്ഷെ പറയുന്നതും അങ്ങനെ തന്നെയാവും. എന്താണ് പറയുന്നത് എന്ന് നിശ്ചയമില്ലാത്ത ഒരവസ്ഥയിൽ ആ സ്നേഹത്തിൻ്റെ ഭാഷ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും കർത്താവിൻ്റെ താല്പര്യം, സ്തെഫാനോസ് സഹദായുടെ മരണത്തിൻ്റെ അർത്ഥം നമ്മുടെ ഇടയിൽ നടപ്പാകും. അതങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.